ഞാൻ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോയിൽ പെറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായി. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അത് എന്താ വെച്ചാൽ ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് മോന് സ്കൂളൊന്നും ഇല്ല, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, കളിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവന് ഭയങ്കര ബോറിംഗ് ആണ് വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു പെറ്റ്സിനെ വാങ്ങിത്തരണമെന്ന്. അപ്പോൾ ലവ് ബേർഡ്സ് ആണ് അവൻ പറഞ്ഞത്. പക്ഷേ ലവ് ബേർഡ്സ് എപ്പോഴും സൗണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞു അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോഴീനെ വാങ്ങിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫുഡും അതിൻ്റെ കൂടും എല്ലാം ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിതിൽ. ഞങ്ങൾ 3 പേരും ചേർന്നിട്ട് 3 ആളുടെ കൂടെയും എഫേർട്ടാണിത്. അതിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ സിമ്പിളാണ്, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഏതാൾക്കാർക്കും ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് അധികം ചിലവില്ലാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കോഴിക്കൂടാണ്. ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ പൈപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതൊരു ഹാഫ് ഇഞ്ച് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാണ്. സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 19 mm സൂപ്പർ ഹെവി റിജിഡ് PVC കോൺക്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്. സോ ഇത് നിങ്ങൾക്ക് എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പിലും കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പല സൈസിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട രീതിയിൽ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര പൈപ്പ് ആവശ്യമാണെന്നൊക്കെ നോക്കിയിട്ട് അത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ചെറിയ ഫിറ്റിങ്സുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ചില എൽബോ ബെൻഡുകളുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടീ ബെൻഡുകളാണ്. എൽബോ ബെൻഡ്. പിന്നെ നമുക്ക് ഈ കേബിൾ ടൈസ് വേണം. പിന്നെ ഞാൻ വളരെ ചീപ്പായിട്ടുള്ളൊരു നെറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ കോഴിക്കോട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമെന്നുള്ള ഒരു സംശയമുണ്ട്. നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകുമ്പോഴേ കോഴീനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും താൽക്കാലികമായിട്ടുള്ളൊരു നെറ്റാണ് ഇത്. വളരെ ചീപ്പായിട്ടുള്ള ഈ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന ഒരു നെറ്റാണ്. സോ kg 100 rupees അങ്ങനെ തോന്നുന്നു. സോ വളരെ ചീപ്പായിട്ടുള്ള അത് ഒരു വർഷം ഇത് എത്തും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ നമുക്ക് ഇത് ശരിയാവുകയാണെങ്കിൽ വേറെ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ടീ ജോയിൻ്റ്. ഇതോ ഇതിനാവശ്യമാണ്. സോ നമ്മൾ ആദ്യമായിട്ട് കുറേ ഇതുപോലത്തെ പൈപ്പ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഈ ലെങ്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ടീ ജോയിൻ്റ് കൊടുത്തിട്ട് നമ്മൾ ഇതിന് സപ്പോർട്ട് കൊടുക്കും. നമ്മൾ നെറ്റ് ഇടുമ്പോൾ ഇത് ഒരു ചെറിയൊരു ബലം വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകളാണ് ഈ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഈ പൈപ്പ് കഷ്ണങ്ങൾ. ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ സപ്പോർട്ടുകൾ നമ്മൾ എല്ലാം ഫിക്സ് ചെയ്തിട്ട് അടുത്തത് കാണാം. ഫ്രണ്ട്സ്, ഇത് ഏകദേശം ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പണിയുണ്ട്. ആദ്യം നമ്മൾ താഴത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് മേലെ അതേപോലെ തന്നെയുള്ളൊരു സ്ട്രക്ചർ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. ഇനി നമ്മൾ മേലത്തെ കുറച്ച് സപ്പോർട്ട് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക ആദ്യമായിട്ട്. അപ്പോൾ നെറ്റ് ഇടുമ്പോഴേക്ക് വളരെ ഈസി ആയിരിക്കും. ഈ ഹൊറിസോണ്ടലായിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഈ സപ്പോർട്ട് കുറച്ചുകൂടെ ഇതിന് ബലം കൊടുക്കുന്നതായിരിക്കും. നമ്മളെ കൂട് തയ്യാറായി കഴിഞ്ഞു. ഇത് ഇവിടെയൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട്
നെറ്റൊക്കെ അടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോഴിക്ക് രാത്രി ഇരിക്കാൻ വേണ്ടിയിട്ട്, രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കമ്പാർട്ട്മെൻ്റ് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മൂണ്ടൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴിക്ക് തണുപ്പൊക്കെ ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ കവറിങ് ചെയ്തിട്ടുണ്ട്. അതൊരു ഹാർഡ്വെയർ കടയിൽ കിട്ടുന്ന ഒരു PVC ഷീറ്റാണ്. അപ്പോൾ ഇതൊരു ഡോറാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോഴി മുട്ടയിടുന്ന പ്രതീക്ഷിക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. രാത്രി വന്ന് ഉറങ്ങുകയും പിന്നെ ചെറിയൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കും. ഈ എൻട്രൻസിലൂടെ അത് താഴേക്ക് പോകും. താഴേക്ക് പോയിട്ട് അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇവിടെ വന്നിട്ട് സുഖമായിട്ട് അത് ഉറങ്ങാനും രാവിലെ എണീച്ചിട്ട് പോകാനൊക്കെ എളുപ്പമായിരിക്കും. ഇതാണ് ഡോറ്. വളരെ ഈസി. ഇതെല്ലാം PVC തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നെറ്റും ഉണ്ട്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കോഴീനെ ഇടാനും എല്ലാത്തിനും എളുപ്പമാണ്. അങ്ങനെ ഏകദേശം ഒരു 10 അടി ഉള്ള ഒരു കൂടാണിത്. 4-5 കോഴിക്ക് സുഖമായിട്ട് നമുക്ക് വളർത്താൻ കഴിയും. സോ നമ്മളെ കൂടൊക്കെ റെഡിയാക്കി നമ്മൾ കോഴീനെ കൊണ്ടുവന്നു. 3 കോഴിയുള്ളത്, ഒരു പൂവനും 2 പിടക്കോഴികളാണുള്ളത്. അപ്പോൾ അവർക്ക് നമ്മുടെ പൊതുവെ കാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ഏറുമടം പോലെയുള്ള ഒരു കൂടും പിന്നെ താഴെ വിശാലമായ ഒരു പ്ലേസുമാണുള്ളത്. കാണാം 3 കോഴിയാണുള്ളത്. ഒരു കോഴി അവിടെ ഇരിക്കുകയാണ്. എന്താണ് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മേലെ കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യമൊന്നുമില്ല, അത് പറന്നിട്ട് തന്നെ കിടന്നുണ്ട്. അപ്പോൾ അത് മേലെ നല്ല ഒരു കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെ താഴെ ഇത്രയും പിന്നെ പ്ലേസ് ഉണ്ട് അതിന് നടക്കാൻ. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. കുറച്ച് മഴ പെയ്തുകൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് ആ ഏരിയയിൽ മഴയൊന്നും ഇല്ല. അതുകൊണ്ട് അവിടെ പിന്നെ മഴ കൊള്ളാത്ത സ്ഥലത്ത്, നനയാത്ത സ്ഥലത്ത് പോയി നിൽക്കുകയാണത്. വളരെ രസമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ കളിയാണ്. നല്ല സുഖമായിട്ട് ഇരിക്കുകയാണ്, മഴയൊന്നും നനയാതെ. ഞാനിതിനെ നമ്മുടെ പറമ്പത്തേക്ക് മാറ്റി. അപ്പോൾ പറമ്പത്തിൽ നിന്നതിന് ഇഷ്ടംപോലെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രാണികളും ഇതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഒരു സൈഡിൽ നിന്ന് ഒരുത്തൻ നമ്മൾ ഇട്ട് കൊടുത്ത അരിയൊക്കെ കഴിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് ഹാപ്പിയാണ്. നമ്മുടെ ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കോഴികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് അതൊക്കെ. സോ നമ്മളെല്ലാം എൻജോയ് ചെയ്യാണ്. നിങ്ങളെ വീട്ടിൽ ഇതേപോലെ ഒരു കൂടുണ്ടാക്കുക, കുറച്ച് കോഴികളെ വളർത്തുക. നല്ല നാടൻ കോഴിയും മുട്ടയും നാടൻ കോഴി ഇറച്ചിയും നമ്മളെ കുട്ടികൾക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും കൊടുക്കുക. കോഴിയെ വളർത്തുന്ന രീതി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.